നമുക്കൊപ്പം റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ ചേരുന്നുണ്ട്. മുൻ NDRF ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹത്തിൻ്റെ സഹായമാണ് ഷിരൂർ MLA തേടിയത്. അദ്ദേഹം ഉടനിപ്പോൾ പുറപ്പെടും ഷിരൂരിലേക്ക്. നമുക്കൊപ്പം ഇന്ദ്രബാലൻ ചേരുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം. നമസ്കാരം ശ്രീ ജനറൽ. ഞാൻ ഇന്നലെ സതീഷ് ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഞാൻ അരുണാണ്. സതീഷ് സെയിലുമായി ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു. അങ്ങയുടെ കാര്യം സതീഷ് സെയിൽ സൂചിപ്പിച്ചു. അങ്ങ് പുറപ്പെട്ടു ഡൽഹിയിൽ നിന്ന്? ഞാനിപ്പോൾ പാലക്കാടിലുണ്ട്. ഓ, അത് ശരി. ഓക്കെ, ഫൈൻ. അങ്ങ് ഇന്ന് പോകുന്നുണ്ടോ ഷിരൂരിലേക്ക്? നമ്മൾ പോകാൻ, നമ്മുടെ ടീം പോകാൻ റെഡി ആയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ഫോർമലായിട്ടൊരു എന്താ റിക്വസ്റ്റ് കിട്ടിയിട്ടില്ല. അവർ വിളിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇറങ്ങും. എന്തായാലും നാളെ ഞാൻ ബാംഗ്ലൂർ എത്തുന്നുണ്ട്. ബാംഗ്ലൂർ എത്തിയിട്ട് അവിടുന്ന് ചെടുക്കനെ പോകാനായിട്ട് ആണ് അവിടെ പോകുന്നത്. അവിടെയും കുറച്ച് ആൾക്കാരെ മീറ്റ് ചെയ്യാനുണ്ട് ഹെഡ് ക്വാർട്ടറിലൊക്കെ. പിന്നെ അവിടുന്ന് റിക്വസ്റ്റ് കിട്ടണമെങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റും. ഓക്കെ, ജനറൽ എം ഇന്ദ്രബാലൻ, ഞങ്ങൾ നേരത്തെ വിവരിച്ചത് അങ്ങ് കണ്ടോ കേട്ടോ എന്നെനിക്കറിയില്ല. പുഴയുടെ മധ്യത്തിലൊരു വലിയ മൺകൂനയുണ്ട്. ഏകദേശം ഒരു 240 മീറ്ററോളം ദൂരമുള്ള അല്ലെങ്കിൽ വീതിയുള്ള പുഴയാണ് ഈ ഗംഗാവാലി പുഴ. ഞാനിതിൽ അവിടെ പോയിരുന്നു. ആ പുഴയുടെ ഒത്ത മധ്യത്തിൽ ഏകദേശം ഒരു 100 മീറ്റർ മാറിയാണ് ഒരു വലിയ മൺകൂനയുള്ളത്. പുഴയ്ക്കിപ്പോൾ സാധാരണ ഒഴുക്കുണ്ട്. 7 കിലോമീറ്റർ കഴിഞ്ഞാൽ കടലുമാണ്. അപ്പോൾ ഈ 40 ടൺ ഭാരമുള്ള ലോറി പുഴയിൽ വീണ് ആ പുഴയുടെ മധ്യത്തോളം എത്താനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനൊരു പ്രൊഫസർ നൽകിയിരിക്കുന്ന ഒരു അനലിറ്റിക്സ് പ്രകാരം 30 മുതൽ 40 മീറ്റർ വരെ ലോറി നീങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അങ്ങ് ഈ വാർത്ത ഫോളോ ചെയ്യുന്നതിനിടയിൽ അങ്ങയുടെ ഒരു ഇൻറ്റ്യൂഷൻ എന്താണ്? ഇത് പുഴയുടെ വക്കിലുണ്ടാവാൻ സാധ്യതയുണ്ടോ? പുഴയുടെ മധ്യത്തിലേക്ക് പോകുമോ? അങ്ങനെ എന്തെങ്കിലും അങ്ങേക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്ന കാര്യം മതി, അങ്ങ് സ്ഥലത്തെത്തിയിട്ടില്ലെന്ന് എനിക്കറിയാം. നമുക്ക് തോന്നുന്നത് ഇപ്പോൾ അവിടെ ഗ്രൗണ്ടിൽ പോയി നോക്കിയാലേ എക്സാക്ട്ലി എങ്ങോട്ട് പോയി കാണും നമുക്കൊരു അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഐഡിയ കിട്ടിയാലും നമുക്കുള്ള എക്വിപ്മെൻറ്റ് വെച്ചിട്ട്, ബിക്കോസ് ഇറ്റ് ഈസ് ഡ്രോൺ ബേസ്ഡ്, അപ്പോൾ നമുക്ക് ലിമിറ്റേഷൻ ഇല്ല എവിടെ നമ്മൾ ഡ്രോൺ പോകാൻ പറ്റും. നമ്മുടെ ഡ്രോണിന് 2.5 കിലോമീറ്റർ വരെ റിമോട്ട് കൺട്രോളിൽ പോകാൻ പറ്റും. അപ്പോൾ അത് വെദർ ഇറ്റ് ഈസ് ഓൺ ലാൻഡ്, ഓൺ മഡി ലാൻഡ് ഓർ വാട്ടർ, ആ ലിമിറ്റേഷൻ ഇല്ലാതെ നമ്മുടെ ഡ്രോണിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ RF ടെക്നോളജി ആ ഡ്രോണിലാണ് മൗണ്ടഡ്. അപ്പോൾ എവിടേക്കാണ് നമുക്ക് സസ്പിഷൻ ഉള്ളത് അവിടെ എല്ലാം നമുക്ക് തിരഞ്ഞിട്ട് വി ക്യാൻ ഹാവ് എ റീസണബിൾ അഷ്യൂറൻസ് അവിടെ ബരീഡായിട്ട് ട്രക്കിൻ്റെ പാർട്സോ ട്രക്കോ ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു റീസണബിൾ ഐഡിയ കിട്ടാൻ പറ്റും. ശ്രീ ഇന്ദ്രബാലൻ, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ സംഘം അവിടെ എത്തുകയാണെങ്കിൽ ഇപ്പോൾ നേവിയും NDRFും ആർമിയും കൂടി ചേർന്നാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. ആർമിയിലെ സ്കൂബ സംഘം അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. അവർ സോണാർ മെഷീൻ ഉപയോഗിച്ചായിരിക്കുമോ ഇപ്പോൾ ഈ പുഴയിൽ തെരച്ചിൽ നടത്തുന്നത്? നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഏകദേശം ഈ മണൽക്കൂനയുടെ, അതായത് പുഴയുടെ ഒത്ത മധ്യത്തിൻ്റെ ആ ഭാഗത്ത് കേന്ദ്രീകരിച്ചാണ് ഈ നേവിയുടെ വിഭാഗം തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ആഴത്തിലുള്ള ലോഹവസ്തുക്കൾ കണ്ടെത്താൻ സാധിക്കുമെന്നു തന്നെയല്ലേ അവിടെ ഉണ്ടെങ്കിൽ? തീർച്ചയായിട്ടും. ഇപ്പോൾ നേവിയും ആർമിയും അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലും കുറേ എക്വിപ്മെൻറ്റ്സ് ഉണ്ട്. ആൻഡ് ഐ എം വെരി ഹോപ്പ്ഫുൾ അവർ ഒരു നല്ല കാര്യം ചെയ്യും. ആൻഡ് അവർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് ക്യാൻ ഹാപ്പൻ. പക്ഷേ അവരുടെ എക്വിപ്മെൻറ്റേഷൻ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ടെറൈൻ ലിമിറ്റേഷൻ ഉണ്ട്, മഡി വാട്ടറിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്, സോനാർ ചിലപ്പോൾ മഡി വാട്ടറിൽ വർക്ക് ചെയ്യില്ല, അങ്ങനെ ഇഷ്യൂ ഉണ്ട്. പിന്നെ അവരുടെ കൊണ്ടുപോയ എക്വിപ്മെൻറ്റ് ഫ്ലൈയിങ് എക്വിപ്മെൻ്റ് അല്ല, എക്സെപ്റ്റ് ദി ഹെലികോപ്റ്റർ സോനാർ എക്വിപ്മെൻറ്റ്. അപ്പോൾ അവർ ബേസിക്കലി ട്രോളി ബേസ്ഡോ വെഹിക്കിൾ ബേസ്ഡോ ആയ കാരണം അവർക്ക് ഈ ഫുൾ ഏരിയ കവർ ചെയ്യാനായിട്ട് ലിമിറ്റേഷൻ ഉണ്ടാവും. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഡ്രോൺ ബേസ്ഡ് ആയ കാരണം നമുക്ക് വി ഡോണ്ട് ഹാവ് എനി ടെറൈൻ ലിമിറ്റേഷൻ. പുഴയിലായാലും വെള്ളമായാലും മൗണ്ടൻ സ്ലോപ്പ് ആയാലും എവിടെ ആയാലും നമ്മുടെ എക്വിപ്മെൻറ്റിന് പോകാൻ പറ്റും. അതാണ് വി ആർ ഷോയിങ് ലിറ്റിൽ മോർ കോൺഫിഡൻസ്. പ്ലസ് നമ്മൾ അച്ചീവ് ചെയ്ത ഡെപ്ത്ത് ഓൺ ദി കുറേ ട്രയൽസ് നടത്തിയതിൽ നമ്മുടെ ഡെപ്ത്ത് കുറച്ചുകൂടെ നമുക്ക് നന്നായി കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഈസ് സ്ലൈറ്റ്ലി ബെറ്റർ. ഓക്കെ ജനറൽ, അതായത് പുഴയിലും അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡിയിൽ ആഴത്തിൽ പരിശോധന നടത്താൻ ശേഷിയുള്ള, ഡ്രോൺ ഉപയോഗിച്ച് നടത്താൻ ശേഷിയുള്ള സോണാർ സംവിധാനം നമുക്കുണ്ട്, അങ്ങനെയാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? അതിന് സോനാർ പറയാൻ പറ്റില്ല, ഇതിന് GPR ടെക്നോളജി, RF ബേസ്ഡ് ടെക്നോളജി പറയാം. ഓക്കെ,
അപ്പോൾ GPS ടെക്നോളജി, അത് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. അതായത് ഫിസിക്കലായിട്ട് ഇപ്പോൾ നേവി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന തെരച്ചിലെന്ന് പറയുന്നത് നേവിയിലെ ഉദ്യോഗസ്ഥർ റെസ്ക്യൂ ബോട്ടിൽ ഈ പരിസരം മുഴുവൻ റൗണ്ട് ചെയ്ത് അവരുടെ സോണാർ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ്. ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ പോലെ GPS എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുള്ള പരിശോധനയാണ്. കുറച്ചുകൂടി എഫക്റ്റീവായി കുറച്ചുകൂടി ദൂരം നമുക്ക് വേണമെങ്കിൽ ഈ ഡ്രോൺ ബേസ്ഡ് ആയിരിക്കുന്ന എക്യുപ്മെൻറ്റ് വെച്ച് പരിശോധിക്കാൻ കഴിയും അല്ലേ? യെസ്. ഓൾസോ നമുക്കിപ്പോൾ നേവി ഷൂവ ഡൈവേഴ്സ് ഉണ്ട്, അവരൊരു ഐഡിയ വെച്ചിട്ടാണ് ഡൈവ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ എക്യുപ്മെൻറ്റ് വന്നാൽ നമ്മുടെ ഡിറ്റക്ഷൻ കുറച്ചുകൂടി റിലയബിൾ ആയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ശ്രമിക്കുന്നത് കുറച്ച് കുറയ്ക്കാമല്ലോ. ഇതിൽ ഗെറ്റ് എ ബെറ്റർ പൊസിഷനിങ് എവിടെ ഡൈവ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ താഴെ പോയിട്ട് അവർക്ക് അതിനെ ആക്ച്വലായിട്ട് നോക്കാൻ പറ്റും. അതാണ് നമ്മൾ പറയുന്നത്. കാരണം നമുക്ക് വെള്ളത്തിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല, അതിന് നമുക്ക് എന്തായാലും നേവിയുടെ ഹെൽപ്പോ ഡൈവേഴ്സിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. പക്ഷേ ഡിറ്റക്ഷൻ ചെയ്തിട്ട് ഏകദേശം എവിടെ അത് കിടക്കുന്നത് അതിൻ്റെ ഒരു ലൊക്കേഷൻ റീസണബിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ പഴയ പല റെസ്ക്യൂ മിഷന് അങ്ങ് പങ്കെടുത്തിട്ടുണ്ടാകുമല്ലോ. സ്വാഭാവികമായും ഇത്രയും ഒഴുക്കുള്ളൊരു പുഴയിൽ ഏകദേശം ഞാനത് പറഞ്ഞത് 280 മീറ്ററോളം വീതിയുള്ള നമ്മുടെ ഭാരതപ്പുഴയുടെ പകുതിയോളം വീതി എന്ന് കരുതുക. ഏകദേശം ഒറ്റപ്പാലത്തെ ഭാരതപ്പുഴയുടെ പകുതിയോളം വീതിയുള്ള ഒരു പുഴ, അവിടെ നിറഞ്ഞൊഴുകുന്ന പുഴയാണ്. മണ്ണ് വീണപ്പോൾ തന്നെ മറുകരയിലെ 3 വീട് തകർന്നു ആ വെള്ളത്തിൻ്റെ തള്ളിച്ച കാരണം. അത്രയ്ക്ക് പവർഫുള്ളായിട്ട് വെള്ളവും വാട്ടർ ബോഡിയാണ്. ആ വാട്ടർ ബോഡിയിലേക്ക് 40 ടൺ ഭാരമുള്ള ഒരു ട്രക്ക് ലോഡുമായിട്ട് വീണാൽ അത് ഒഴുകിപ്പോകാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ? അങ്ങയുടെ ഒരു എക്സ്പീരിയൻസിൽ അങ്ങയുടെ ഒരു ധാരണ എന്താണ്? ഉണ്ട്, തീർച്ചയായിട്ടും. ഇവിടുത്തെ കറണ്ട് നമ്മുടെ ഗംഗൻ്റെ കറണ്ടും ജമുന കറണ്ട് അവിടെ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഭയങ്കര കറണ്ട് അവിടെയൊക്കെ. ഈ കറണ്ട് നോക്കുമ്പോൾ ആ കറണ്ട് വെച്ചിട്ട് അത്ര വലിയ കറണ്ട് ഉണ്ടാവില്ല. ഇവിടുത്തെ കറണ്ട് മാക്സിമം 3 knots വരെ ഉണ്ടാവുള്ളൂ, 3.5-4 knots മാക്സിമം. അപ്പോൾ കറണ്ട് നമുക്ക് ബാധ്യമല്ല. കറണ്ടിൽ ലോറിയുടെ അതിൽ ഇറ്റ്സ് പോസിബിൾ അതിൽ സ്വേ ആയി പോകാനായിട്ട്. പക്ഷേ നമ്മൾ പറയുന്നത് ഈ ഡ്രോൺ ആയ കാരണം വി ക്യാൻ കവർ എ ലാർജർ ഏരിയ. ഇപ്പോൾ 150 മീറ്റർ ഓർ 150 ലോങ് പുഴ ആയാലും നമ്മുടെ ഡ്രോണിന് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അതിനെ സ്കാൻ ചെയ്യാൻ പറ്റും. അത് കാരണം ഈ ലെങ്ത്തും വിഡ്ത്തും ഈസ് നോട്ട് എ ബിഗ് ചാലഞ്ച് ഫോർ അസ്. ചാലഞ്ച് വിൽ ഓൺലി ബി ഈ നമ്മുടെ ഡ്രോണിന് എത്ര നേരം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ ഫോഴ്സ് കാരണം ഒരുപാട് അങ്ങനെ ഒഴുകിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ താഴെ കാണില്ല. പക്ഷേ എൻ്റെ ഇത് കാരണം ഈ ഫോഴ്സ് ഉപയോഗിച്ചാലും ട്രക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കല്ലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സോഫ്റ്റ് സാൻഡിലോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗോ ആൻഡ് ഗെറ്റ് സ്റ്റക്ക്. ഒരു കാര്യം കൂടി, വി ക്യാൻ ഡു എ മച്ച് ബിഗർ സെർച്ച്, മച്ച് ലാർജർ ഏരിയ. 2 ഫ്യൂൽ ടാങ്കുകൾ കൂടി ഇതിൽ ഒഴുകിപ്പോയിരുന്നു. അതിലൊരു ഫ്യൂൽ ടാങ്കിൻ്റെ ബുള്ളറ്റ് കിട്ടിയത് 7ഓളം കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. അത് ആ കരയിലേക്ക് വലിച്ചു കയറ്റി അതവിടെ ആ ഗ്യാസ് മുഴുവൻ ലീക്കായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഫുൾ ടാങ്ക് ആയിരുന്നു, കാലി ടാങ്ക് ആയിരുന്നില്ല, ലോഡഡ് ആയിരുന്ന ഒരു ടാങ്കർ തന്നെ ഇതിലാദ്യം വീഴുന്നു, അതങ്ങ് ഒലിച്ചു പോകുന്നു. അതിൻ്റെ ഡ്രൈവറെ പിന്നീട് 50 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയും 11-12 ടണ്ണോളം വരുന്ന ടാങ്കർ ലോറി തന്നെ ഒലിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇതും ഒലിച്ചു പോകുന്നത് സ്വാഭാവികമായി നമുക്ക് കരുതണം. ഏതെങ്കിലും പാറയിലോ മറ്റോ തട്ടിയാൽ അതുണ്ടാവും. മാത്രമല്ല അതിൽ 300 ചെറിയ തടിക്കഷണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത്തരം ഒരു മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ അത് തള്ളി നീക്കുമ്പോൾ ആ തടിക്കഷണങ്ങൾ വേർപെട്ടു പോകാനുള്ള സാധ്യതയുണ്ടാവില്ല. കാരണം ഈ ദുർബലമായ കയറുകൾ വെച്ചായിരിക്കുമല്ലോ അതിൽ കെട്ടിയിട്ടുണ്ടാവുക. ഉണ്ടാവും, ഡെഫിനറ്റ്ലി സാധ്യതയുണ്ട്. പക്ഷേ ലോറി പറയുമ്പോൾ അതിന് കുറേ ഇങ്ങനത്തെ ഓക്വേർഡ് പാർട്സ് ഉണ്ട്, ഷാർപ്പ് എഡ്ജസ് ഉണ്ട്, അങ്ങനെയൊക്കെ കുറേ പാർട്സ് ആയ കാരണം എൻ്റെ അഭിപ്രായത്തിൽ അത് എവിടെയെങ്കിലും സ്റ്റക്ക് ആവാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അത്ര ദൂരമായിട്ട് ഈ ഫുൾ ലോറി പാർട്ട് പോവില്ല ഈ ഫ്യൂൽ ടാങ്ക് പോയ പോലെ. ദാറ്റ്സ് ഗ്രേറ്റ്. അതൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ഇനി ഞാനൊരു സംശയം കൂടി അങ്ങോട്ട് ചോദിക്കട്ടെ. ഞങ്ങൾ നേരത്തെ പങ്കുവെച്ചൊരു സംശയമാണ്. ഇതിൻ്റെ 2 കരകളിലും വലിയ 2 ടവറുകളുണ്ടായിരുന്നു. നമ്മുടെ 11 kV പോലെ വലിയ 2 ടവറുകളാണ്. ഞാനത് പോയി നേരിട്ട് കണ്ടതാണ്. അപ്പോൾ മുകളിൽ ഉള്ളൊരു ടവർ വീണ് കിടപ്പുണ്ട്. കരയിൽ പുഴയുടെ മറുകരയിലും ഒരു ടവറുണ്ട്. അപ്പോൾ ഈ 2 ടവറുകളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഇലക്ട്രിക് ലൈൻ പൊട്ടാതെ ഈ പുഴയിൽ കിടപ്പുണ്ട്, ഈ പുഴയുടെ കുറുകെ. ആ പുഴയുടെ കുറുകെ ആ ലൈൻ കിടക്കുമ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ലോറി മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകി വന്നാൽ ഈ ലൈനിൽ തട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ടാവില്ലേ? കാരണം ആ ലൈൻ പൊട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ലൈൻ മറുകരയിൽ വീണ് കിടപ്പുണ്ട്, ഇവിടെയും വീണ് കിടപ്പുണ്ട്. അതിനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലല്ലോ സർ. ഡെഫിനറ്റ്ലി എൻ്റെ ഞങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ആർമിയിൽ കുറേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഡിസാസ്റ്ററിൽ, ഫ്ലഡ് റിലീഫൊക്കെ. സോ വാട്ട് യു ആർ സെയിങ് ഈസ് വെരി ട്രൂ. ഈ ടവറിൻ്റെ ലൈൻ ഭയങ്കര സ്ട്രോങ് ആണ്.
അപ്പോൾ ഇത് വെരി ഹൈ ചാൻസ് ലോറി അതിലായി പോയി കഴിഞ്ഞാൽ സ്റ്റക്ക് ആവാനായിട്ട്. അത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്ററാണ്. അതുമാത്രമല്ല ഈ ടവർ താഴെ വെള്ളത്തിൽ പോയ കാരണം നമുക്കൊരു ടെസ്റ്റും നടത്താം നമ്മുടെ എക്വിപ്മെൻറ്റിന് ശരിക്കും അതിനെ പിടിക്കാൻ പറ്റുന്നോ ഇല്ലയോ എന്ന്. ടവർ എവിടെയാണ് കിടക്കുന്നത് അത് എക്വിപ്മെൻറ്റ് ഒരു ടെസ്റ്റും നടത്താം. വി ആർ ഏബിൾ ടു ഐഡൻറ്റിഫൈ ദിസ് ടവർ അണ്ടർ വാട്ടർ ഓർ നോട്ട്. ആ ടെസ്റ്റ് നടത്തിയിട്ട് വി ക്യാൻ പ്രൂവ് നമ്മുടെ എക്വിപ്മെൻറ്റ് അത്ര റിലയബിലിറ്റി ഉണ്ടെന്ന്. അത് വെച്ചിട്ട് നമുക്ക് ട്രക്കിനെ നോക്കിക്കഴിഞ്ഞാൽ വിൽ ഹാവ് എ ബെറ്റർ റിലയബിലിറ്റി ആൻഡ് അഷ്വറൻസ്. ഓക്കെ, ഞാൻ ഒരു സംശയം കൂടി ചോദിക്കട്ടെ. അതായത് ഇനി ഏതെങ്കിലും ഒരു സാധ്യത ഇനി താഴേക്ക് ഒഴുകി പോവുകയാണെങ്കിൽ അത് കടലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതൊരു ഒരു സീറോ പോസിബിലിറ്റി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സിസ്റ്റം എന്തായിരിക്കും? കാര്യം ഇത് കടലിലേക്കാണ്, ഗോകർണം കടലിലേക്കാണ് ഒഴുകി പോകുന്നത് ഈ പുഴ. ഞാൻ ബേസിക്കലി ഡിറ്റക്ഷൻ ടെക്നോളജിയെ പറ്റിയിട്ട് ഞാൻ പറയാൻ വന്നതാണ്. സാധ്യതയുണ്ട്. ടെക്നോളജി ഇപ്പോൾ ആർമി ഉപയോഗിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ടെക്നോളജി നമുക്കുണ്ട്. നമ്മുടെ മെഷീനിൽ സാധിക്കും. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള GPS ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്നലെ MLA മറ്റോ നേരിട്ട് വിളിച്ചിരുന്നോ ശ്രീ ഇന്ദ്രപാലിനെ? കറക്റ്റ് വിളിച്ചിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടാത്തത് കൊണ്ടാണോ പുറപ്പെടാത്തത്? വിളിച്ച് അവർ അന്വേഷിച്ചേ ഉള്ളൂ നമ്മുടെ എക്വിപ്മെൻറ്റ് എന്താണ്, എങ്ങനെ അതിൻ്റെ ടെക്നോളജിയൊക്കെ. പക്ഷെ അവർ വരണം, തീർച്ചയായിട്ടും വരണം പറഞ്ഞു. പക്ഷെ വരാനായിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു ഇമെയിലോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലായിട്ടോ ഫോർമൽ റിക്വസ്റ്റ്. MLA-യുമായി ഞാനൊന്ന് ചോദിക്കാം, എന്താണ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ള വിവരം MLA ചോദിച്ച് അങ്ങേ അറിയിക്കാം. താങ്ക് യു സർ. എന്തായാലും നമ്മുടെ പ്രതിനിധിക്ക് അങ്ങയുടെ നമ്പർ കൂടി ഒന്ന് കൊടുത്തോളൂ, ഞങ്ങൾ അങ്ങേ ബന്ധപ്പെടാം. താങ്ക് യു സർ. താങ്ക് യു. റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രപാലനാണ് നമുക്കൊപ്പം ചേർന്നത്. മുൻ NDRFൻ്റെ മേധാവി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ് 2.5 കിലോമീറ്റർ വരെ ആഴത്തിലുള്ള പരിശോധന നടത്താൻ ശേഷിയുള്ള എക്യുപ്മെൻ്റാണ്. ആ എക്യുപ്മെൻറ്റ് എത്തിക്കണം എന്നാണ് ഇന്നലെ MLA പറഞ്ഞത്. ഇന്നിപ്പോൾ ഒരു കൺഫർമേഷൻ വേണം. പക്ഷേ അത് നേവിയുടെ ഈ ഒരു പരിശോധന കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു കോൾ എടുക്കൂ. MLA സ്വന്തം റിസ്കിൽ ഇന്നലെ മറ്റൊരു റഡാർ മെഷീൻ കൂടി കൊണ്ടുവന്നിരുന്നു ഇതേപോലെ. ഇത് MLA സ്വന്തം താല്പര്യപ്രകാരം ഈ മെഷീൻ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ അന്വേഷിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ